ഈ ഇന്റർവ്യൂസിന്റെ താഴെയൊക്കെ ഞങ്ങളുടെയൊക്കെ ഇന്റർവ്യൂസ് ഒക്കെ ഇല്ലേ, ഇതിന്റെയൊക്കെ താഴെ മലയാളം വായിക്കാൻ അറിയോ? ഇല്ല. അപ്പൊ കുഴപ്പമില്ല. സ്ക്രീൻഷോട്ട് എടുത്ത് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് അങ്ങനെ നോക്കുക കമന്റ് ഒക്കെ. ഇല്ലെങ്കിൽ അമ്മാനെ ഇരിക്കാൻ വെച്ച് ഓന്നാ വായിക്കാൻ വെക്കും. എന്താ അപ്പൊ അമ്മയൊക്കെ ഇരുന്ന് ഇങ്ങനെ വായിച്ചിട്ട് കമന്റ് ഒക്കെ വായിച്ചിട്ട് പറയാം? അമ്മയുടെ അടുത്ത് പറയും നിങ്ങളുടെ മോളെ ഞങ്ങൾക്ക് തരുമെന്ന്. അങ്ങനെയാ നിറയെ പേര്. ഇഷ്ടമാണ് മല്ലു കമന്റ്സും തമിഴ് കമന്റ്സും എന്താ വ്യത്യാസം എപ്പോഴും തോന്നാറ്? ഞാൻ സർപ്രൈസിംഗ്ലി വന്ന് രണ്ടും സെയിം ആയിട്ട് തന്നെ ഇരിക്കുന്നത്. ഞാൻ വിചാരിച്ചു ഞാൻ കുറച്ച് മലയാളം വന്ന് കുറച്ച് ഇങ്ങനെ മിക്സ് ആയി അടിച്ച് സംസാരിക്കുന്നുണ്ട് ആൾക്കാരെന്നെ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് വിചാരിച്ചു. പക്ഷേ തമിഴിൽ എന്നെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്തോ അതേപോലെ മലയാളത്തിലെ ഇതില് ഏറ്റവും രസം ഇപ്പം കുറച്ച് മുതിർന്ന ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ പറയുന്നത് എന്തൊരു ഓപ്പൺ ആയി കുട്ടി, എന്ത് ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നത് എന്നുള്ള. അപ്പൊ ചില ആൾക്കാർ പറയില്ലേ പെരിയ സിംഗർ ഒക്കെയാണ്, ഇത്തിരി ജാടയൊക്കെ ആവാം പറയും. എപ്പോഴും കണ്ട അതാ പറയുന്നേ. അതെങ്ങനെയാ ജാട കാണിക്കുന്നത് എനിക്കറിയില്ല. മാത്യു പറഞ്ഞ പോലെ ഈ ലൈഫ് പോവാണല്ലോ സിനിമയിൽ നമ്മുടെ ഒരു എന്താ പറയാ ഡെവലപ്പ് ചെയ്യുന്നില്ല, നമ്മൾ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്ന പ്രായത്തിലാണ് കയറുന്നത്. നമുക്ക് ആ സമയത്ത് എന്ത് വേണേ നമ്മുടെ കയ്യിലേക്ക് കാശ് വരുന്നു, ഒരു പക്ഷെ ആ ഒരു 18 ഒരാൾക്ക് വരാത്ത കാശ ആ സമയത്ത് നമുക്ക് വരുന്നത്, ഏൺ ചെയ്യില്ലല്ലോ. എന്ത് പറഞ്ഞ 21+ അങ്ങനെ ഒരു മണി സാധാരണ ആൾക്കാർക്ക് വരുള്ളൂ. ഫെയിം വരുന്നു, നമുക്ക് എല്ലാം മാറുന്നു, ഫുൾ പെട്ടെന്ന് മാറുമല്ലേ. അപ്പൊ അതിനോട് എങ്ങനെയാ യോജിച്ചു പോയി ഇങ്ങനെ ഇപ്പോഴും ആ ഒരു ബാലൻസിൽ പോകുന്നത്? റൂട്ടഡ് ആണ് എപ്പോഴും? അല്ല അങ്ങനെയല്ല, അല്ല അത് ഇപ്പൊ വർക്ക് റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനൊരു സിനിമയിൽ അഭിനയിക്കാൻ ജനറലി ഫിലിമിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരിക്കലും ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടൊന്നുമില്ല, പക്ഷെ എന്നാലും ചെയ്തു തുടങ്ങിയപ്പോൾ ഭയങ്കര എനിക്ക് പേഴ്സണലി ഭയങ്കര സാറ്റിസ്ഫാക്ഷനും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ ഇനിയും തോന്നുന്നൊക്കെ ഒരു ഫീൽഡാണ്. അല്ലെങ്കിൽ സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. അപ്പോൾ അതിൽ റെക്കഗ്നൈസ് ആവുക എന്നുള്ളത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ വർക്ക് ഒരാളെ നോട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ കാണുമ്പോൾ ഒരാൾക്ക് സന്തോഷമാവുക, അല്ലെങ്കിൽ ഇപ്പോൾ ഈവൻസേ നമ്മുടെ കൂടെ ഒരാൾ വന്ന് ഫോട്ടോ എടുക്കാനൊക്കെ വരുന്നത് ഭയങ്കര ഒരു വലിയ കാര്യമാണുള്ളത്. അങ്ങനെ ഒരാൾക്ക് വെറുതെ നമ്മുടെ കൂടെ വന്ന് ഫോട്ടോ എടുക്കേണ്ട കാര്യം ഇല്ലല്ലോ. അപ്പൊ അതൊരു തമിഴ്നാട്ടിലൊക്കെ ഇറങ്ങുമ്പോ എങ്ങനെയാ അല്ലേ, എന്താ പറയാ വഴിയിലൊക്കെ വന്ന് ആൾക്കാരൊക്കെ എന്താ പറയാന്നാ, അവിടെ ആ കുക്ക് വിത്ത് കോമാളി എന്നൊരു ഷോ ഞാൻ ചെയ്യായിരുന്നു. സോ ആ ഷോ വന്ന് അയ്യോ എനക്ക് ഉങ്ങളെ ரொம்ப പിടിക്കും മേഡം അങ്ങനെ പറയും. പറഞ്ഞിട്ട് എസ്പെഷ്യലി ആ ഷോ കോവിഡ് ടൈമിലാ വന്നത്. സോ കോവിഡ് ടൈമിൽ വന്നപ്പോ സിനിമ അല്ല, വെബ് സീരീസ് ഇല്ല, എതുമില്ല, ഞങ്ങള് മാത്രമായിരുന്നു. ഐ മീൻ ടി വി വാസ് ദി ഒൺലി എന്റർടൈൻമെന്റ് അപ്പോ. സോ ആ ടൈമിൽ വന്ന ഷോ ആയതുകൊണ്ട് നിറയെ പേർക്ക് ഇറ്റ് ഹെൽപ്ഡ് ഡിപ്രഷൻ അങ്ങനെയൊക്കെ പറഞ്ഞ്. സോ ഇങ്ങനെ വന്ന് അവര് പറയൂ. ഇപ്പൊ ഇന്റർവ്യൂവിന് അച്ഛന്റെ കൂടെയാ വന്നിട്ടുള്ളത്, അമ്മ വന്നിട്ടില്ല. സാധാരണ നമ്മൾ എപ്പോഴും അമ്മയുടെ കൂടെയാ കാണാറ്. അമ്മ വന്ന് നാട്ടില ചെന്നൈയിലാണ്. അപ്പൊ ഇങ്ങനെ പറഞ്ഞു വിടുമ്പോഴേ ഇപ്പം എന്റെ അടുത്തൊക്കെ ആണെങ്കിൽ ഇപ്പം അമ്മയൊക്കെ പറയും നല്ല വല്ല ഡ്രസ് ഇട്ടിട്ട് പോണേ എന്നാ പറയാ. അതുപോലെ ഈ ഷോസിന് ഇന്റർവ്യൂസ് ഈ ഡ്രസ്സേ അമ്മ വേണ്ടെന്നാ പറഞ്ഞേ. എല്ലാ അമ്മമാരും അങ്ങനെയാണല്ലേ? അതെ, ഈ ഡ്രസ്സേ അമ്മ വേണ്ട. ഞാൻ പറഞ്ഞു ലവ്ലി സിനിമയെങ്കിൽ പൂ ലവ്ലി വന്ന് അതിൽ ഈ വന്ന് ഈ പൂലൊക്കെ പോലെ ഒരു പാട്ട് അതിൽ, അതുകൊണ്ട് ഞാൻ ഈ ഡ്രസ് ഇട്ടു. അതാണ് ബബിൾ പൂക്കൾ. അതിലാണ് ശബ്ദമുള്ള പാട്ട്. ഞാൻ ഡയറക്റ്റ് 3D ക്ലാസ് വെച്ച് കാണാൻ പോവാ തിയേറ്ററില്. അല്ല അപ്പൊ അമ്മ ശരിക്കും വേറെ എന്തൊക്കെയാ പറഞ്ഞു വിടുക ഇങ്ങനെ അമ്മ വരാത്ത ഇവന്റ്സിന് വരുന്ന സമയത്ത്? കഴുത്തില് മാല ഇടണം എന്ന് പറയും. ജസ്റ്റ് ആ ഒരു കാലഘട്ടത്തിലെ അമ്മമാരുടെ സ്ഥിരം സാധനം തോന്നുന്നല്ലേ? കഴുത്തില് മാല ഇടണം, കയ്യില് വള ഇടണം, കാതില് കമ്മലിടണം, കണ്ണെഴുതണം, അത്രേ ഉള്ളൂ. ഇതൊന്നും ഞാൻ ചെയ്യില്ല. ഇത് യൂണിവേഴ്സലാണ്, എല്ലാ അമ്മമാർക്കും ഉള്ളതാണ് ഇത്. ഈ തുടക്കത്തിലൊക്കെ പടം ചൂസ് ചെയ്യുമ്പം പാരന്റ്സിന്റെ ഒരു ഇൻവോൾവ്മെന്റ് അതിലുണ്ടായിരുന്നു? ഇല്ല അങ്ങനെ ഒരു ഇത് ചെയ്യാ അത് ചെയ്യാ അല്ലെങ്കിൽ ഇത് എന്നുള്ളൊരു ഇതുണ്ടായിരുന്നില്ല. എന്റെ വഴിക്ക് ഫ്രീ ആയിട്ട് വിടുമായിരുന്നു. അല്ലെങ്കിൽ അതുപോലെ ഞാൻ തന്നെയാണ് എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്ത് ചെയ്യണ്ട എന്നുള്ളൊരു തീരുമാനം എടുക്കുന്നത്. പക്ഷെ അതൊരു ക്രൂഷ്യൽ ഏജ് അല്ലേ, നമുക്ക് എടുത്തു ചാടാൻ സാധ്യതയൊക്കെ ഉള്ള ഒരു ഏജില് ഇത്ര കൃത്യമായിട്ട് ഇത്ര മെച്ചുവേർഡ് ആയിട്ട്? അല്ല അങ്ങനെയല്ല, ഞാൻ അന്ന് മുതലേ നോക്കിയത് എന്താന്ന് വെച്ചാൽ ഇഷ്ടപ്പെടുന്നത് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഇത് ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഏതാ ലവ്ലിയോ? അഭിനയിക്കുന്നത് ഫസ്റ്റ് സിനിമ കിട്ടിയപ്പോ ഓഡിഷൻ കഴിഞ്ഞിട്ട് കുമ്പളങ്ങി
അതിന്റെ ഒരു ഓഡിഷൻ കഴിഞ്ഞ് വൺസ് എന്റെ പ്രീ സമയത്ത് ഓരോ കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയപ്പോൾ മനസ്സിലായി എനിക്കിത് ഇഷ്ടമുള്ള അതുവരെ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു കാര്യത്തിനോട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷെ ഒന്നും അങ്ങനെ ലോങ് ലാസ്റ്റിംഗ് അല്ലായിരുന്നു. കോളേജിൽ പഠിച്ചില്ലേ? ഇല്ല കോളേജ് പഠിച്ചില്ല? മിസ് ചെയ്യുന്നുണ്ടോ കോളേജ് പഠിക്കാത്തോണ്ട്? ഇല്ല, കുഴപ്പമില്ല, സിനിമ ഉണ്ടല്ലോ. ഞാൻ ചോദിക്കാനുള്ള ചോദ്യം ചോദിച്ചു. ചോദിച്ചോ? ഞാൻ എന്തായാലും ചോദിക്കാനിരുന്നു. അല്ല, അത് കോളേജിൽ പോകാൻ പറ്റില്ല, പക്ഷെ ഇതിപ്പോ ഇതും ഇതുണ്ടല്ലോ, അപ്പൊ ഒരു സാക്രിഫൈസ്. ലോങ് ഡിസ്റ്റൻസ്, ഐ മീൻ ലോങ് ഡിസ്റ്റൻസ്. ഓ, ജെയിംസ് ഏതോ പ്രശ്നമുണ്ട്. ലോങ് ഡിസ്റ്റൻസ് കോഴ്സാണ്. ഒരു നിമിഷം പോയി. ലോങ് ഡിസ്റ്റൻസ് ആയിട്ട് കോഴ്സുകൾ, ഓൺലൈൻ കോഴ്സുകളാണോ? ഇത് മാറിപ്പോയി. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എടുത്തിട്ടുണ്ട്. മന്നിച്ചെടുക്കാൻ ഇല്ല, അതും നോക്കി, പക്ഷെ ഈ പറഞ്ഞ പോലെ ഷെഡ്യൂളുകൾ ഒക്കെ ആയിട്ട് അപ്പൊ രണ്ടിലും കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പൊ ചിലപ്പോ നമ്മുടെ കോൺസെൻട്രേഷൻ ഫുൾ ആവും. അപ്പൊ അതിനും ഭേദം ചെയ്യുന്നത് വൃത്തിക്ക് ചെയ്യാന്നുള്ളതാണ്. ഏതോ ഒരു ഇന്റർവ്യൂല് മുമ്പ് പറഞ്ഞു, എനിക്ക് അഭിനയം മാത്രമേ അറിയുള്ളൂ, വേറെ പണി അറിയില്ല എന്ന് പറഞ്ഞു. എല്ലാവരും കൂടെ അതിന് കുറെ കമന്റ് വരുന്നു. ശരിക്കും അത് ആ ഒരു മീനിങ് തന്നെയല്ലേ പറഞ്ഞത്? ഞാൻ ഇതേ ചെയ്ത് ശീലിച്ചിട്ടുണ്ട്. എന്താ അറിയോ, പലരും പറഞ്ഞു ഈ ഏജിലെ ഇങ്ങനെ പറയാൻ തുടങ്ങിയാലൊക്കെ. അല്ല, അങ്ങനെയല്ല. അത് എന്താന്ന് വെച്ചാ ഇതാ ഞാൻ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഞാൻ അത് പോയി ഒന്നിനും തുടങ്ങണം. അതിലും മടി ഉണ്ടായിട്ടല്ല. ഇതാ ചെയ്യുന്നത്, ഇത് ഇഷ്ടമാണ്, അപ്പൊ ഇത് തന്നെ ചെയ്തോണ്ടിരിക്കാൻ പറ്റും. ഒരു സ്പേസ് ഉണ്ട്. അല്ല, ഇത് ചെയ്യാൻ പറ്റുന്ന അത്രയും ഇത് തന്നെ ചെയ്യാന്നുള്ളതാണ്. ഈ നസ്ലന്റെ കൂടെയുള്ള പടങ്ങൾ വരുമ്പോഴേ, ഇപ്പൊ കുറെ കോമ്പോയില് പ്രേമലു ലാസ്റ്റ് അതുപോലെ വരുന്ന സമയത്ത് ക്യാരക്ടറിനെ പറ്റി കൂടുതൽ ചിന്തിക്കാതെ നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ മുകളിൽ തന്നെയാണോ? അല്ലല്ല, ക്യാരക്ടർ രണ്ടുപേരും ക്യാരക്ടർ തന്നെ നിന്ന് ചെയ്യുന്നതല്ല. പക്ഷെ ഈ ഒരു നമുക്ക് അത്രയും അറിയാവുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഞങ്ങൾ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പും കെമിസ്ട്രിയും ബോണ്ടും ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ക്യാരക്ടറിൽ നിന്നാണ് എന്ത് ചെയ്യുന്നതിലും അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഈസിനെസ് ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഫ്രീഡം ഉണ്ട്, അതിന്റെ ഹെൽപ്പാണ്. പക്ഷെ നമ്മൾ രണ്ട് ക്യാരക്ടേഴ്സ് കിട്ടി നമ്മളായിട്ട് പോയി ചെയ്യുമല്ല. അതുപോലെ ഇപ്പൊ ഈ പടങ്ങൾ ഇറങ്ങില്ലേ, മരണമാസും നസ്ലന്റെ പടവും ജിങ്കാനും, അപ്പൊ രണ്ടും കാണണമെന്ന് പറഞ്ഞപ്പോ ബസൂക്കെ വിട്ടപ്പോ വണ്ണില് അപ്പൊ അതിന് കരയുന്ന സ്മൈലിട്ട്. അല്ല, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല. ഇപ്പൊ എന്റെ മനസ്സിലത് അങ്ങനെ എന്റെ പ്രയോറിറ്റി പെട്ടെന്ന് എനിക്ക് ജിംഖാന കാണണം. ഡെഫിനറ്റ്ലി നെസ്ലിൻ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, ഖാലിദ് റഹ്മാൻ എന്നുള്ള ഡയറക്ടറിന്റെ ഒരു പടം ആകുമ്പോൾ എല്ലാ പടങ്ങളും ഫേവറേറ്റാ ഖാലിദ് റഹ്മാൻ ചെയ്യുന്നത്. അപ്പൊ അത് ഒരിക്കലും അതിപ്പോ ഞാൻ മാത്രമല്ല, എല്ലാവരും അങ്ങനെ തന്നെയാണ്. അല്ലെങ്കിൽ ജിംഖാന ആയിരുന്നു എല്ലാവരുടെയും ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാരുടെ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി. അങ്ങനെ ഒരു ഉദ്ദേശത്തിലാണ് പറഞ്ഞത്. അല്ലെങ്കിൽ മറ്റേത് കാണില്ല എന്ന് ഞാനെങ്ങും പറഞ്ഞിട്ടില്ല, മെൻഷൻ ചെയ്തില്ല. ഡെഫിനറ്റ്ലി അത് മെൻഷൻ ചെയ്യണമായിരുന്നു. അല്ല, അത് എന്റെ ഭാഗത്താണ് തെറ്റ്, അത് പ്രശ്നമില്ല. പക്ഷെ പക്ഷെ അങ്ങനെ ഉദ്ദേശിച്ചല്ല അതിന് പറഞ്ഞു. പക്ഷെ 3 സിനിമകളും കണ്ടു. മാത്യുവിനെ ആദ്യം കാണുന്നത് ഏത് പടത്തിലാണോ? ലിയോയിലാണ് ആദ്യം കാണുന്നത്. മലയാളത്തിലല്ല അല്ലേ? മലയാളത്തിലെ പ്രേമലു കണ്ണാടി. പ്രേമലു.